നമ്മുടെ തെവെനിൻ തിയറം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കി പ്രോബ്ലം രണ്ടെണ്ണം ഞാൻ 3 പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ സെക്കൻഡ് പ്രോബ്ലം ഞാനിപ്പോൾ ഒരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. ഫൈൻഡ് ദി കറന്റ് ത്രൂ ദി 10 ohm റെസിസ്റ്റർ ബൈ തെവെനിൻ തിയറം. ഇതാണ് 10 ohm റെസിസ്റ്റർ. ഈ 10 ohm റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് നമ്മൾ തെവെനിൻ തിയറം ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ തെവെനിൻ തിയറം പറഞ്ഞിരുന്നത് എന്താണ്? VTH ഇൻ സീരീസ് വിത്ത് RTH, വോൾട്ടേജ് സോഴ്സ് ഇൻ സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആക്കി മാറ്റുക. എത്ര സോഴ്സോ എത്ര റെസിസ്റ്റൻസ് ഉള്ള ഒരു സർക്യൂട്ടിനെ സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആക്കി മാറ്റുന്ന തിയറമാണ് തെവെനിൻ തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ആ ബേസിസിൽ അക്കോർഡിംഗ് ടു ദ തിയറം നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോവാ? ഈ ഫുൾ സർക്യൂട്ടിനെ കൺവേർട്ടഡ് ടു തെവെനിൻ ഡയഗ്രാം ആക്കി മാറ്റാൻ പോവാണ്. അതിന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? VTHും RTHും നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് വി വാണ്ട് ടു ഫൈൻഡ് ദ VTH ആൻഡ് RTH, റൈറ്റ്? അപ്പോൾ VTHും RTHും കാണാൻ വേണ്ടി എന്താ വേണ്ടത് വെച്ചാൽ ലോഡ് ഏതാണോ അതിനെ റിമൂവ് ചെയ്യണം. നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ള 10 ohm റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ്. ആ ലോഡിനെ റിമൂവ് ചെയ്യണം, ആ റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്യുകയാണ്. റിമൂവ് ചെയ്തുള്ള ഫിഗർ ഞാനിപ്പോൾ വരയ്ക്കാം. ഇവിടെ 1 ohm അങ്ങനെ കൊടുത്തു, 2 ohm, 3 ohm, ഓപ്പൺ സർക്യൂട്ട്, 9 വോൾട്ട് വോൾട്ടേജ് സോഴ്സ്. 1 ohm, 9 വോൾട്ട്, 2 ohm, 3 ohm. ഇത് നമ്മുടെ ലോഡായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേനും ഇങ്ങനെയാണ് സർക്യൂട്ട് കിട്ടിയേക്കുന്നത്. ഈ സർക്യൂട്ടിൽ ഓപ്പൺ സർക്യൂട്ടിൽ കൂടെ കറണ്ട് പാസ് ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് 3 ohm റെസിസ്റ്റർ നോൺ ഇഫക്റ്റീവായി, അതുവഴി കറണ്ട് പാസ് ചെയ്യില്ല, ഓപ്പൺ സർക്യൂട്ടാണ്. ഇനിയുള്ളത് ഏതാണ്? ഈ ഒരു ലൂപ്പ് മാത്രമാണ്. ആ ലൂപ്പ് നോക്കുമ്പോൾ I1 ഒരു കറണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, I എന്നൊരു കറണ്ട് മതി, കാരണം ഒറ്റ കറണ്ട് അല്ലേ ഉള്ളൂ. I1 or I1 എടുത്തിട്ടുണ്ടെങ്കിൽ 9 വോൾട്ട് അക്കോർഡിംഗ് ടു ഏതാണ് ലൂപ്പ് കറണ്ട് അല്ലെങ്കിൽ മെഷ് അനാലിസിസ് ചെയ്യുമ്പോൾ 9 വോൾട്ട് ഇസ് ഈക്വൽ ടു 1I1 പ്ലസ് 2I1. I2 എന്നൊരു കമ്പണന്റ് ഇവിടെ വരില്ല, കാരണം ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. സോ ഇവിടെ നിന്ന് 9 ഇസ് ഈക്വൽ ടു 3I1 where I1 is equal to 9/3 എന്ന് പറയുമ്പോൾ 3 ആംപിയർ കറണ്ട് ആണ് ഇതിൽ കൂടി പാസ് ചെയ്യുന്നത്. ഓക്കെ, 3 ആംപിയർ കറണ്ട് ഇതിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കറണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടെർമിനലിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? VTH കാണാം. VTH ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടെർമിനലിൽ നിന്ന് ടെർമിനലിൽ നിന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മാത്രം നോക്കുക. അന്നേരം എന്താണോ കാണുന്നത് അതാണ് VTH അല്ലേ? അപ്പോൾ ഈ ടെർമിനലിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇതുവഴി കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇതുവഴി കറണ്ട് പാസ് ചെയ്യുന്നില്ല, കാരണം ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് ഇത് നോൺ ഇഫക്റ്റീവായി, നോൺ ഓപ്പറേറ്റീവായി. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? ഈ ഒരു 2 ohm റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ohm റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് I1 കറണ്ട് ആണ്, അറിയാലോ. അന്നേരം ഇവിടുത്തെ വോൾട്ടേജ് അല്ലേ VTH എന്ന് പറയുന്നത്. VTH എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽ എന്നാ പറയാ. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് VTH എന്ന് പറയാം. അപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു 2 ohm റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. അവിടുത്തെ വോൾട്ടേജ് എന്താണ്? 2 ഇൻറ്റു എത്ര ആംപിയർ കറണ്ടാണ് പോകുന്നത്? 3, 6 വോൾട്ട്. അപ്പോൾ നമ്മുടെ VTH എന്ന് പറയുന്നത് നമുക്ക് 6 വോൾട്ട് എന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? RTH കണ്ടുപിടിക്കണം. RTH കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു, ലോഡ് എവിടെയാണോ ലോഡിൽ ആ ലോഡ് ടെർമിനലിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന റെസിസ്റ്റൻസ് ആണ് RTH എന്ന് പറഞ്ഞു. പക്ഷേ എന്ത് വേണം? അതിനകത്തുള്ള എല്ലാ സോഴ്സുകളെയും നോൺ ഓപ്പറേറ്റീവ് ആക്കണം. ഈവൻ ദ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 9 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ഇതിനെ ഞാൻ ഈ ഫിഗറിൽ തന്നെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു, 9 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് VTH കണ്ടുപിടിച്ചില്ല. ഇനി ഇവിടെ RTH കണ്ടുപിടിക്കാം. RTH കണ്ടുപിടിക്കുമ്പോൾ ഈ ടെർമിനലിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ എന്താ കാണുക? എന്താ കാണുന്നത്? RTH is equal to 3 എന്നൊരു റെസിസ്റ്റൻസ് വന്നിട്ട് എന്ത് വന്നു? 3 കൂടെ ഒരു കറണ്ട് വന്നാൽ അതിവിടെ വന്നിട്ട് ഈ ജംഗ്ഷനിൽ നിന്ന് ഡിവൈഡ് ആയി, I1 ആയിട്ടും I2 ആയിട്ട് ഡിവൈഡ് ആയി. എവിടെ ഡിവിഷൻ സംഭവിക്കുന്നോ ആ ഡിവിഷനുള്ള റെസിസ്റ്റേഴ്സ് പാരലൽ ആണ്, ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ RTH എന്ന് പറയുന്നത് 3 + 1 പാരലൽ 2 അല്ലേ? 1 പാരലൽ 2 ഇത് മായ്ക്കാം. 1 പാരലൽ 2
2. That means 3 plus 2 into 1 divided by 1 plus 2. That is 3 plus 2 by 3 എന്ന് കിട്ടും അല്ലേ? അത് നമുക്ക് 11 by 3 എന്ന് കിട്ടും. 11 by 3 ആണ് നമ്മുടെ RTH ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതിനെ നമുക്ക് പോയിന്റ് വാല്യൂയിലോട്ട് മാറ്റിയിട്ട് ഞാൻ തെവെനിൻ സർക്യൂട്ട് വരച്ച് കാണിക്കാം. അപ്പോൾ അക്കോർഡിംഗ് ടു ദ തെവെനിൻ തിയറം വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആകുമ്പോൾ 6 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് VTH കിട്ടിയിരുന്നു. RTH 11 by 3 എന്ന് പറയുന്ന 3.66 കിട്ടി. അപ്പോൾ VTH ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ്, VTH ഇൻ സീരീസ് വിത്ത് RTH എന്ന് ഞാൻ മാറ്റി വരച്ചിട്ടുണ്ട്. ഇതാണ് തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സർക്യൂട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. എന്ത് ചെയ്തു? ട്രാൻസ്ഫോം ചെയ്തു. സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് സോഴ്സ് മാറ്റി വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആക്കി വരച്ചു. ഇനി എന്ത് ചെയ്യും? അപ്പോഴും എങ്ങനെയല്ലേ സർക്യൂട്ട് കിടക്കുക? അത് സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ കമ്പണൻറ്റ് നേരെയുള്ള കമ്പണൻറ്റിലല്ലേ കണക്ഷൻ, അതിന് ഇതിന് പാരലായിട്ട് അങ്ങ് വരച്ചാൽ പോരെ. കാരണം ഇവിടുത്തെ മീനിങ് എന്താണ്? ഈ കമ്പണൻറ്റ് ദീസ് ടു കമ്പണൻസ് ആണ് പാരലൽ അല്ലേ, സീരീസ് കണക്ഷൻ അല്ലല്ലോ, പാരലൽ കണക്ഷൻ ആണ്. ഡിഫറെൻറ്റ് കറണ്ടാ പാസ് ചെയ്യുള്ളൂ. അപ്പം പാരലൽ ആണെങ്കിൽ അത് ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ, നമുക്ക് മാറ്റി വരച്ചൂടെ? അപ്പം ഞാൻ മാറ്റി വരച്ച് കാണിക്കാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കോ, ഞാൻ സർക്യൂട്ട് മാറ്റി വരച്ചു, ഇങ്ങനെ വരച്ചു. ഇപ്പം ഇത് രണ്ടും പാരലലായി, ഈസി കമ്പണൻസ് ആയി. എന്നാലും നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവിടെ എങ്ങനെ മെഷ് ചെയ്യും, മെഷ് ചെയ്ത് കറണ്ട് കണ്ടുപിടിച്ച് പാടല്ലേ എന്നൊക്കെയുള്ള ചിന്ത വരും. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൽ നോഡ് അനാലിസിസ് ചെയ്യാൻ പോവാം. ഇത്രയും പ്രോബ്ലംസ് നമ്മൾ മെഷ് ചെയ്തില്ലേ. ഇനി നമുക്ക് വോൾട്ടേജ് അല്ലേ കാണാനുള്ളത്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ മെഷ് അനാലിസിസ് അല്ല നോഡ് അനാലിസിസ് ചെയ്യാൻ പോവാം. നോഡ് അനാലിസിസ് ചെയ്ത് ഇവിടുത്തെ വോൾട്ടേജ് കണ്ടുപിടിക്കാം. ഓക്കെ, ടെർമിനൽ അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാം. നോഡ് ചെയ്യണമെങ്കിൽ എന്താ? 2 or more കമ്പണൻസ് വന്ന് ജോയിൻ ചെയ്യുന്ന പോയിന്റിനെ ഒരു നോഡ് എന്ന് പറയും, ആണല്ലോ. അപ്പോൾ ടേക്കിംഗ് ദിസ് പോയിന്റ് ബി ദ ഫസ്റ്റ് നോഡ് V1 ആൻഡ് ദിസ് പോയിന്റ് ബി V2. V2 ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അറ്റ് നോഡ് 1 ഇക്വേഷൻസ് എഴുതാം. ഇത് സൂപ്പർ നോഡ് ആയിരിക്കും. മെഷ് അനാലിസിസ് നോഡ് അനാലിസിസ് ഞാൻ ക്ലാസ് എടുക്കാം, അന്നേരം നിങ്ങൾക്കിത് മനസ്സിലാവും. ഇത് സൂപ്പർ നോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നോഡ് V1 ഏതൊക്കെ കമ്പണൻസ്? ഇങ്ങനെ ഒരു കമ്പണൻറ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു കമ്പണൻറ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു കമ്പണൻറ്റ് പോകുന്നുണ്ട് അല്ലേ. നോക്കിക്കോ, ഇതൊരു നോഡാക്കി എടുത്തു. ഫസ്റ്റ് നോഡ് V1 ഉം സെക്കൻഡ് നോഡ് V2 ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നോഡ് നോക്കിക്കഴിഞ്ഞാൽ നോഡിലുള്ള എല്ലാ കമ്പണൻസിൻ്റെയും സം ഈസ് ഈക്വൽ ടു V/R is equal to I എന്ന മെത്തേഡിൽ വേണം നമ്മൾ നോഡ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾജിബ്രിക് സം ഓഫ് ദ കറണ്ട് ഇൻ എ ജംഗ്ഷൻ 0. കിർച്ചോഫ് ലോ ആണ് നോഡ് അനാലിസിസ് ഫോളോ ചെയ്യുന്നത്. അന്നേരം ഇവിടെ V1 ഉണ്ട്, ഈ പോയിന്റ് V2 ഉണ്ട്. ഇനി V1 എത്ര കമ്പണൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, V2 എത്ര കമ്പണൻസ് വരുന്നുണ്ട് നോക്കല്ലേ വേണ്ടേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ V1 നിന്ന് വരുന്ന കമ്പണൻസിനെ ചെക്ക് ചെയ്യാം. V1 നിന്ന് വരുന്ന കമ്പണൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു V1 നിന്ന് ഇങ്ങനെ 3 ohm വഴി V2ലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. V1 നിന്ന് V2ലേക്ക് ഡയറക്ട്ലി ഒരു സൂപ്പർ നോഡ് പോകുന്നുണ്ട്. ദെൻ 3 ആംപിയർ കറണ്ട് എൻറ്റേഴ്സ് ടു ദ നോഡ് V1 ആണ്. കാരണം കറണ്ട് അപ്വേർഡ് ഡയറക്ഷൻ അല്ലേ കാണിച്ചേക്കുന്നത്, ആണല്ലോ. അപ്വേർഡ് ഡയറക്ഷൻ ആകുമ്പോഴത്തേനും V1 എന്ന നോഡിലേക്കാണ് വരുന്നത്, മനസ്സിലായോ? ഇനി നമുക്ക് നോഡ് ഇക്വേഷൻസ് എഴുതാം. നോഡ് ഇക്വേഷൻസ് എഴുതുമ്പോൾ എന്തെന്നാ എഴുതുക? V1 minus V2 by 3 plus V1 minus 2 minus V2 divided by 2 is equal to 3. 3 ampere current enter ആയി അല്ലേ, ഈക്വൽ ടു 3 എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്തെന്നാ കിട്ടുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അന്നേരം 2V1 minus 2V2 plus 3V1 minus 6 minus 3V2 divided by 6 is equal to 3 ampere എന്ന് കിട്ടും. Divided by 6 is equal to 3. 5V1 minus 5V2 minus 6 is equal to 18. That is 5V1 minus 5V2 is equal to 18 plus 6. 18 plus 6 ആകുമ്പോൾ 24 volt. 24 volt എന്നുള്ള ഫസ്റ്റ് നോഡ് ഇക്വേഷൻ കിട്ടും ഇവിടെ. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് നോഡൽ ഇക്വേഷൻ എഴുതണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സെക്കൻഡ് നോഡ് കൺസിഡർ ചെയ്യാം. സെക്കൻഡ് നോഡ് കൺസിഡർ ചെയ്യുക.
സെക്കൻഡ് നോഡ് കൺസിഡർ ചെയ്യുമ്പോൾ നോഡ് 2 ആയിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതണം അല്ലേ? സെക്കൻഡ് നോഡല്ലേ കൺസിഡർ ചെയ്യുന്നത്. അവിടുത്തെ കമ്പണൻസ് എന്താ? V2 ൽ നിന്ന് V1ലേക്ക് ഒരു കമ്പണൻറ്റ് ഫോഴ്സ് വരുന്നുണ്ട്, ഒരു സൂപ്പർ നോഡ് വരുന്നുണ്ട്. ദെൻ V2 താഴേക്ക് ഒരു കമ്പണൻറ്റ് വരുന്നുണ്ട്. V2 ൽ നിന്ന് V1ലേക്ക് 3 ohm വഴി ഒരു കമ്പണൻറ്റ് വരുന്നുണ്ട്. അപ്പം 3 കമ്പണൻസ് ഇവിടെ ടോട്ടൽ ഉണ്ട്. നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതുക വെച്ചാൽ V2 പ്ലസ് 2 മൈനസ് V1 ഫസ്റ്റ് കമ്പണൻറ്റ് അല്ലേ, ഡിവൈഡഡ് ബൈ 2 ohm പ്ലസ് V2 മൈനസ് V1 ബൈ 3 പ്ലസ് V2 മൈനസ് 10 ബൈ 2 ഈക്വൽ ടു കറണ്ട് എൻട്രിങ് ഒന്നുമില്ല, ഈക്വൽ ടു 0. ഇനി ഇത് സോൾവ് ചെയ്ത് ഇതുപോലൊരു ഇക്വേഷൻ ആക്കി എഴുതാം. അപ്പം ഇക്വേഷൻ സെക്കൻഡ് നോഡിന്റെ ഇക്വേഷൻ മൈനസ് 10 V1 പ്ലസ് 16 V2 പ്ലസ് 72 is equal to 0. ദാറ്റ് മീൻസ് മൈനസ് 10 V1 പ്ലസ് 16 V2 is equal to മൈനസ് 72. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ V1 is equal to 0.8 വോൾട്ട് എന്നും V2 is equal to മൈനസ് 4 വോൾട്ട് എന്നും കിട്ടും ആണല്ലോ, മൈനസ് 4 വോൾട്ട് എന്ന് കിട്ടും. ഇനി ഈ ഫിഗർ നോക്കിക്കേ, നമ്മുടെ ടെർമിനൽ 1 ഓം റെസിസ്റ്ററിന്റെ ടെർമിനലാണ്. 1 ഓം റെസിസ്റ്ററിന്റെ ടെർമിനൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് V1 വോൾട്ടേജ് അല്ലേ? ആണേ, V1 വോൾട്ടേജ് ആണ്. ദാറ്റ് മീൻസ് VTH is equal to V1 അല്ലേ? V1 is equal to 0.8 വോൾട്ട്. അപ്പൊ നമ്മൾ തെവെനിൻ സർക്യൂട്ടിലെ വോൾട്ടേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? റെസിസ്റ്റൻസ് കാണണം. റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ടെർമിനൽസിലും കംപ്ലീറ്റ് സർക്യൂട്ടിലെ സോഴ്സുകളെല്ലാം നോൺ ഓപ്പറേറ്റീവ് ആക്കുക അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം, കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം അല്ലേ? ഇനി ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു, ഇവിടെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഇത് കറണ്ട് സോഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് ഇത് വേണം RTH. RTH കാണുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവും ഈ രണ്ട് റെസിസ്റ്റൻസ് 2 ഓമും 3 ഓമും എന്താണ്? പാരലൽ റെസിസ്റ്റേഴ്സ് ആണ് അല്ലേ? 2 ഓമും 3 ഓമും നമ്മുടെ പാരലൽ റെസിസ്റ്റേഴ്സ് ആണ്. ആ രണ്ട് പാരലൽ റെസിസ്റ്റൻസ് ഈസ് ഇൻ സീരീസ് വിത്ത് ദ 2 ohm റെസിസ്റ്റർ. ദാറ്റ് മീൻസ് RTH is equal to 2 plus 2 parallel 3 എന്ന് നമുക്ക് കിട്ടും ആണല്ലോ. 2 plus 2 parallel 3. അപ്പോൾ 2 plus 2 into 3 divided by 2 plus 3 എന്ന് കിട്ടി. That is 2 plus 6 by 5 എന്ന് കിട്ടും. That is 10 plus 6 by 5 16 by 5 എന്ന് കിട്ടും. ഇനി 16 by 5 നെ വേണേ പോയിന്റ് വാല്യൂ ആക്കി മാറ്റിക്കോ. VTH കിട്ടിയിട്ടുണ്ട് 0.8. ഇത് രണ്ടും വെച്ച് നമുക്ക് തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് വരയ്ക്കാം. VTH ഉം RTH ഉം ആയിട്ടുണ്ട്. VTH എന്ന് പറയുന്നത് 0.8 വോൾട്ടും RTH എന്ന് പറയുന്നത് 3.2 ഓമും. ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ, നിർബന്ധമില്ല, നമ്മുടെ സർക്യൂട്ട് മാറ്റി കഴിഞ്ഞതല്ലേ. അപ്പം ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ എന്തായാലും VTH RTH ആണല്ലോ. അപ്പം VTH is equal to 0.8 വോൾട്ടും RTH is equal to 3.2 ഓം എന്നുള്ള റെസിസ്റ്റൻസ് മാറിക്കഴിഞ്ഞപ്പോൾ എന്തായി? തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട്. ഇനി നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം കൂടി നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. സിമ്പിൾ ആയിട്ട് ടെർമിനൽ ഇട്ട് തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 6 ohm 10 ohm 10 ohm 4 ohm 5 ohm 100 വോൾട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ എന്ത് ചെയ്താൽ മതി? ഫൈൻഡ് ദ തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് എന്നാണ് ഈ ഫിഗറിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇതിന്റെ തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു സാധനമല്ലേ? ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആണ്, ഇതൊരു ലൂപ്പാണ്, ഇതൊരു ലൂപ്പാണ്. അന്നേരം ഇവിടെ I1 കറണ്ട് കൊടുത്ത് മെഷ് അനാലിസിസ് വെച്ച് I1 കണ്ടുപിടിക്കാം, ഇവിടെ I2 കറണ്ട് കണ്ടുപിടിക്കാം. ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ 6 ohmൽ കൂടി കറണ്ട് ഒന്നും ഇല്ലല്ലോ. 10 ohmൽ കൂടെ I2ന്റെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് ആൻഡ് 5 ohmൽ കൂടി I1 കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അതിന്റെ രണ്ടിന്റെ വോൾട്ടേജ് എടുത്താൽ VTH കിട്ടും. ഇതിനെല്ലാം ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് 100 വോൾട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കണക്ഷൻ നോക്കി RTH കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള സാധനമല്ലേ? അപ്പം നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? മെഷ് അനാലിസിസ് ഇക്വേഷൻ എഴുതാം. ഓക്കെ, ഫസ്റ്റ് ലൂപ്പ് 100 is equal to polarity കൊടുക്കണം ഞാൻ പറയാം. എനിക്കിപ്പോൾ സിമ്പിൾ ആയിട്ട് എഴുതി പോവാലോ. I1 minus I2 plus 5I1, that is 10I1 minus 10I2 plus 5I1, that is equal to 15I1 minus 10I2 is equal to 100 volt എന്ന് നമുക്ക് കിട്ടും. This be the first mesh analysis equation, first loop current equation. Then second loop നോക്കുമ്പോൾ സപ്ലൈ കൊടുത്തിട്ടില്ല, therefore 0 volt ആണ്. Then എന്തേ ഉള്ളൂ? റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 10 into കൺസിഡർ ചെയ്യുന്ന ലൂപ്പിലെ കറണ്ട് പോസിറ്റീവ്,
That means I2 minus I1 plus 4I2 plus 10I2. അല്ലേ? അപ്പൊ 10I2 minus 10I1 plus 4I2 plus 10I2. ഇതിന്ന് minus 10I1 plus 24I2 എന്ന് കിട്ടും. is equal to 0 volt. ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ I1 കിട്ടും I2 കിട്ടും. 9.2 ആംപിയറും 3.8 ആംപിയർ. ഓക്കെ, അപ്പൊ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് I1 എന്നുള്ള കറണ്ട് 9.2 ആംപിയറും I2 എന്നുള്ള കറണ്ട് 3.8 ആംപിയറും ആണ്. I3 എന്നൊരിതില്ല, കാരണം ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ്. therefore no current pass through the loop അല്ലേ. അപ്പോൾ ഇവിടെ I3 എന്നൊരു കൺസെപ്റ്റ് ഇല്ല നമുക്ക്. ഇനി എന്താ കാണണ്ടേ? VTH RTH കണ്ടാൽ പോരെ. ടെർമിനലിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽ എന്ന് പറയാം. അപ്പൊ VTH എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കണം. ഇങ്ങോട്ട് നോക്കുമ്പോൾ 6 ohm എന്ന് പറയുന്ന ഓപ്പൺ സർക്യൂട്ട് ആയി കിടക്കുന്നു. നോ കറന്റ് പാസസ് ത്രൂ. ഇനി എന്താണ് VTH? VTH is equal to voltage across the 10 ohm plus voltage across the 5 ohm. Voltage across the 10 ohm എന്ന് പറയുന്നത് I2 കറണ്ട് ആണ്. അപ്പൊ 10 into I2 കറണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് 5 ohമിൽ കൂടി പോകുന്നത് I1 കറണ്ട് ആണ്. അപ്പൊ I1 കറണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അന്നേരം VTH കിട്ടും. അപ്പൊ നോക്കിക്കോ, ഇവിടുത്തെ വോൾട്ടേജ് VTH എന്ന് പറയുന്നത് 84.4 വോൾട്ട് എന്ന് എനിക്ക് VTH കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് VTH ആയി. ഇനി എന്താ വേണ്ടേ? RTH കണ്ടുപിടിക്കണം. അപ്പൊ ഈ സൈഡിലേക്ക് നമുക്ക് VTH ഒന്ന് എഴുതിയിടാം. VTH is equal to 84.4 വോൾട്ട് എന്ന് VTH കിട്ടിയിട്ടുണ്ട്. ഇനി RTH കാണാൻ വേണ്ടി സിംപ്ലി എന്ത് ചെയ്താൽ മതി? സോഴ്സുകളെല്ലാം ഡി ഓപ്പറേറ്റ് ചെയ്യണം, നോൺ ഓപ്പറേറ്റീവ് ആക്കണം. ദാറ്റ് മീൻസ് ഇതിനെ അങ്ങ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കൊടുക്കണം. കാരണം വോൾട്ടേജ് സോഴ്സ് ആയിരുന്നു. വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ വോൾട്ടേജ് സോഴ്സിനെ ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഷോർട്ട് സർക്യൂട്ട് ചെയ്തതിൽ നിന്ന് RTH ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. RTH കാണുമ്പോൾ ഒരു കാര്യം നോക്കുക, ആദ്യമേ തന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാനൊരു കാര്യം പറയാം. ഈ പോയിന്റിൽ വന്നിട്ടേ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ആയില്ലേ? ആയി. അപ്പൊ ഇത് രണ്ടും എന്താണ്? പാരലൽ ആണ്. പിന്നെ ഇവിടെ വന്നിട്ട് നോക്കിയാൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ആയി. അപ്പൊ ഇത് രണ്ടും പാരലൽ ആണ്. അപ്പൊ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഇത് രണ്ടും പാരലൽ ആണ്. ഇവിടെ വന്നിട്ട് ഇത് രണ്ടും പാരലൽ ആണ്. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യം ഈ പോയിന്റിനെ 10 പ്ലസ് ഈ 10ഉം 5ഉം പാരലൽ അല്ലേ. 10 പ്ലസ് 10 പാരലൽ 5 ചെയ്യും. ആ കിട്ടുന്ന ആൻസർ 4നോട് പാരലൽ ചെയ്യാം. എന്നിട്ട് അത് 6നോട് സീരീസ് ആക്കിയാൽ പോരെ. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കും. ഇപ്പൊ ഇവിടെ നിന്ന് ചെയ്താൽ 6 പ്ലസ് 10 പാരലൽ 4 എന്ന് കിട്ടും. 10 പാരലൽ 4 എടുത്താൽ അഗൈൻ ഈ പോയിന്റിൽ വരുമ്പോൾ പിന്നെ ഇവിടെ പാരലൽ കണക്ഷൻ കിടക്കുമല്ലേ. അപ്പൊ നമ്മൾ എന്താ കൺവീനിയന്റ് ആയിട്ട് ചെയ്യുക വെച്ചാല് ഈ 10ഉം 5ഉം പാരലൽ ആണ് ആൻഡ് സീരീസ് വിത്ത് 10 ohm. അപ്പൊ 10 പ്ലസ് 10 പാരലൽ 5. അപ്പൊ 10 പ്ലസ് 10 പാരലൽ 5 എന്ന് പറയുമ്പോൾ 10 പ്ലസ് 10 into 5 divided by 10 plus 5 that equal to 10 plus 50 divided by 15 നമുക്ക് കിട്ടും അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ 150 plus 50 by 15 200 by 15 എന്ന് കിട്ടും. 13.33 ohm ഇത് ത്രൂ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 13.33 ohm എന്തായി? ഞാൻ ഫിഗർ വേണമെങ്കിൽ വരച്ച് കാണിക്കാം. ഈ 13.33 ohm പാരലൽ വിത്ത് 4 ohm അല്ലേ. ഇത് 4, ഇത് ഇത്രയും ചെയ്തപ്പോൾ 13.33 പാരലൽ വിത്ത് 4 ohm ആൻഡ് സീരീസ് വിത്ത് 6 ohm ആണല്ലോ. ഇങ്ങനെയല്ലേ സർക്യൂട്ട് നടക്കുന്നത്? RTH ആണല്ലോ. അപ്പോ ഇനി നമ്മൾ ഇതിനെ സീരീസും പാരലലും കണക്ഷൻ ചെയ്യണം. ഇതിനെ സീരീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെർമിനൽ ടുവാർഡ്സ് ലെഫ്റ്റ് ഡയറക്ഷൻ നോക്കുന്നു. 6 plus 4 പാരലൽ 13.33 എന്ന് കിട്ടും അല്ലേ. അപ്പൊ 6 plus 4 into 13.33 divided by 4 plus 13.33 എന്ന് കിട്ടും. അതിന്റെ ആൻസർ 9.0766 കൂടി ആഡ് ചെയ്യുമ്പോൾ 9.076 എന്ന് നമ്മുടെ RTH കിട്ടി.
ഓൾറെഡി നമുക്ക് VTH കിട്ടിയിട്ടുണ്ട് 84.4 വോൾട്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് മാറ്റി വരച്ചാൽ മതി. തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് സോഴ്സിങ് സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പൊ വോൾട്ടേജ് സോഴ്സ്, ഒരു വോൾട്ടേജ് സോഴ്സ് വരയ്ക്കുന്നത് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാട്ടോ. വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് മീൻ സിമ്പിൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. പ്ലസ് മൈനസ് അല്ലാതെ ഇട്ട് കൊടുത്താലും മതി, സെല്ലായിട്ട് കൊടുത്താലും കാണിച്ചാലും മതി, ഓറൽസ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താലും മതി. അപ്പൊ ഇത് നമ്മുടെ VTH എന്ന് പറയുന്നത് 84.4 വോൾട്ട് കിട്ടും. ഇവിടെ എന്ന് പറയുന്നത് 9.076, അത് 9.07 അല്ലെ 9 പോയിന്റ് കുറേ വാല്യൂസ് വന്നിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ് ഞാൻ 9.076 എന്ന് റെപ്രസെന്റ് ചെയ്തത്. ഓം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ RTHും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ 3-4 പ്രോബ്ലംസോളം തെവെനിൻ തിയറം ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് കളക്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ചെയ്യും. കൺസെപ്റ്റ് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക, സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് വോൾട്ടേജ് സോഴ്സും എല്ലാം വോൾട്ടേജ് സോഴ്സിലേക്ക് കൊണ്ടുവരാം. വോൾട്ടേജ് സോഴ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ മെഷ് അനാലിസിസ് ചെയ്താൽ മതി. നോഡ് ചെയ്യുന്നേക്കാൾ മെഷ് മേ ബി കൺവീനിയൻ്റ് ആയിരിക്കും, ചിലർക്ക് നോഡ് ചെയ്യാനായിരിക്കും കൺവീനിയൻറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യണം. ഇപ്പം ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനും ECക്കാർക്കും ഉള്ള പോർഷനാണ് നെറ്റ്വർക്ക് തിയറംസ്, DC തിയറംസ്. അപ്പോൾ അതിൽ 2ാമത്തെ തിയറം വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് നോർട്ടൺ തിയറമാണ്. എൻ്റെ മെയിൽ ID archana.academy@gmail.com എന്നാണ്. അപ്പോൾ അതിലേക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് അയച്ചു തന്നാൽ മതി. ഞാൻ വീഡിയോ എടുത്ത് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ അത് അയച്ചു തരാം, അല്ല ആൻസേഴ്സ് മതിയെങ്കിൽ നിങ്ങൾക്ക് ആൻസർ അയച്ചു തരാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.